മിശിഹായെ സ്തുതിയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനുള്ള നമ്മൾ ഓരോരുത്തരും ഈ ദിനങ്ങളിൽ ഷക്കൈന കുടുംബത്തിലൂടെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ആത്മീയ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥന ശക്തമായ അഭിഷേകം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയിലൂടെ മാത്രമേ, പരിത്യാഗത്തിലൂടെ മാത്രമേ ആത്മരക്ഷയിലേക്ക് എനിക്ക് യാത്ര ചെയ്യാനാവുകയുള്ളൂ എന്ന് ലോകത്തെ വീണ്ടെടുക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ കർത്താവായ ഈശോ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ അവിടുന്ന് തന്ന രക്ഷയുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ ഈ ദിനങ്ങളിൽ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിൽ ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയ ആത്മീയ രഹസ്യം പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ ജീവിതം നിരന്തരം വിശുദ്ധീകരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമേ കർത്താവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ വന്നിട്ട്, മക്കളെ, പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ നിങ്ങളുടെ ജീവിതങ്ങൾ ഈശോയിലേക്ക് ഉയരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുമ്പം ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ അഭിഷേകം പ്രാപിക്കുവാൻ, ആത്മാവിന്റെ നിറവ് സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പ്രിയപ്പെട്ടവർ, ഈ സമയം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37-ാമത്തെ വചനം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഹൃദയം നുറുങ്ങിയാൽ, പ്രായശ്ചിത്തത്തോടെ, പരിഹാരത്തോടെ, അനുതാപത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈശോയെ എന്ന് വിളിക്കാൻ ആർക്ക് കൃപ കിട്ടിയാലും അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ രാവിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങാൻ നമുക്ക് ആഗ്രഹിക്കാം. ബറുഹായേ, ഞങ്ങളെ അഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും കർത്താവിന്റെ സാന്നിധ്യം, ശക്തി വെളിപ്പെടട്ടെ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഹല്ലേലൂയ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ ഞങ്ങളിൽ നിറയണമേ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഹല്ലേലൂയ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഒറ്റ വിളി ജീവനോടെ അവരുടെ മക്കൾ വിളിക്കുന്നു. ഈശോയെ, കുറവുള്ള മക്കൾ, ഞങ്ങളുടെ പരിമിതിയിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിലവിളിക്കുന്നു. ഈശോ, ഈശോ, ഈശോയെ, ഈശോയെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, ശ്രീകന്മാരിൽ നിറഞ്ഞവനെ, കന്യ
കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, ഈശോയെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ഈശോയെ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഹല്ലേലൂയ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ദാസരിലേകണമേ. ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈശോയെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവർ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവർ ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ നാലാമതായി നിന്നു. ഈ കാലഘട്ടം നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഓർക്കുന്ന വചനം. അവർ നാലാമതായി നിന്നു. കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നതുപോലെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവർക്ക് മുൻപോട്ട് പോകാനുള്ള ലക്ഷ്യം നഷ്ടപ്പെട്ടതുപോലെ, എന്താണ് ഇനി എന്നുള്ള ഉത്കണ്ഠ അവരെ മൂടുന്നത് പോലെ, ആ മരവിപ്പിലേക്കാണ്, ആ തണുപ്പിലേക്കാണ്, ആ ശൂന്യതയിലേക്കാണ്, ആ ആത്മീയ മരവിപ്പിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈശോ തമ്പുരാൻ നടന്നു തുടങ്ങുന്നത്. അവർക്കൊപ്പം തമ്പുരാൻ കർത്താവ് നടന്നു തുടങ്ങിയപ്പം അവർ അപരിചിതനെ പോലെ ഈശോയെ നോക്കുകയാണ്. ഇതൊന്നും അറിയാത്ത വിജാതിനാണോ നീ? ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കർത്താവിനെ. ഈ ഒരവസ്ഥ നമുക്ക് ഇന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ. ഈശോയെ അനുഭവിക്കാൻ പറ്റാതെ, ഈശോയെ ഒരു അപരിചിതനെ പോലെ കാണുന്ന, ദൈവത്തെ ആസ്വദിക്കാൻ പറ്റാതെ, സ്വീകരിക്കാൻ പറ്റാതെ, വിശ്വസിക്കാൻ പറ്റാതെ നമ്പരപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവ് തരുന്ന സ്വർഗത്തിന്റെ ദൂതാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ആത്മീയ ശുശ്രൂഷ സ്വർഗം കനിഞ്ഞു നന്നായി അനുഗ്രഹത്തെ ഓർത്ത് ഈ ദിനങ്ങളിൽ നമ്മളോടൊപ്പം കർത്താവ് സഞ്ചരിക്കുന്ന വിശുദ്ധ ദിവസങ്ങളാണിത് പ്രിയപ്പെട്ടവരെ. നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന ഈശോ ആണെങ്കിൽ, അവിടുത്തെ വചനമാണെങ്കിൽ, ആ വചനം നമ്മളെ തീപിടിപ്പിക്കും. നമ്മുടെ മന്ദത, മരവിപ്പ് കർത്താവായ യേശു എടുത്തു മാറ്റും. വലിയ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി മക്കൾ സ്തുതിക്കട്ടെ. ഈശോയെ, ജീവനോട്, ജീവനോട്, ഈശോ, ഈശോ, ഈശോയെ, 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 ഈശോ, ഈശോ, ഈശോയെ, ഈശോ, ഈശോയെ, ഈശോയെ, ഈശോ, ഈശോ, ഈശോ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരണമേ, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരണമേ. ഈശോയെ, മരവിച്ച ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തണമേ, ജ്വലിപ്പിക്കണമേ. ഈശോ, മഹത്വം, നിങ്ങളുടെ മഹത്വം ഞങ്ങളെ ചൂടുപിടിപ്പിക്കട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി വ്യാപിക്കട്ടെ, 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 വ്യാപിക്കട്ടെ. റുഹായുടെ ശക്തി, സാന്നിധ്യം ഈ സമയം കൂട്ടായ്മകളെ, കുടുംബങ്ങളെ, തളർന്നവരെ, മുടന്തുന്നവരെ, വിശ്വാസത്തിൽ മരവിച്ചു പോയ മക്കളെ, കർത്താവേ, കർത്താവേ, വല്ലാതെ മ്ലാനത വ്യാപിച്ചു നിൽക്കുന്ന ഇടങ്ങളെ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം പ്രകാശിപ്പിക്കട്ടെ. മഹത്വം, മഹത്വം, സാന്നിധ്യം, ശക്തി, 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 ശക്തി. അഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ശക്തിധനഭിഷേകം, അഗ്നിധനഭിഷേകം, വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ദാസരിലേകണമേ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള തിരുവചനം. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു.
അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വല്ലാതെ ആകുലപ്പെട്ട് മ്ലാനവദനരായി ഈശോയെ കണ്ടെത്താൻ പറ്റാതെ, തിരിച്ചറിയാൻ പറ്റാതെ മൂടൽ അനുഭവിച്ച രണ്ട് ജീവിതങ്ങളെ കർത്താവ് പ്രത്യാശയിലേക്കും പ്രകാശത്തിലേക്കും വിശ്വാസത്തിൻ്റെ തീച്ചൂടിലേക്കും കൂട്ടിക്കൊണ്ടു വന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ജീവനുള്ള ദൈവം തൻ്റെ ഉടല് നമുക്ക് വിളമ്പുന്ന ജീവനുള്ള അവിടുത്തെ അപ്പം പരിശുദ്ധ കുർബാന ആ മക്കൾക്ക് നൽകി. ആ മക്കളുടെ ആത്മാവിൽ അത് വല്ലാതെ പ്രകാശം പരത്തി. ആ പ്രകാശത്തിൽ അവരൊരു സത്യം അറിഞ്ഞു. വചനം തങ്ങളെ ജ്വലിപ്പിച്ച സത്യം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ വചനവും. ആ വചനം, ആ ശക്തി അവരുടെ ആത്മാവിൽ അവരനുഭവിച്ചപ്പോൾ അവർ വിളിച്ചു പറയാണ്, കരയുകയാണ്. അവൻ നമ്മോട് വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അഗ്നി ഇറങ്ങുകയായിരുന്നില്ലേ? നമ്മുടെ മന്ദത, നമ്മുടെ മരവിപ്പ് മാറുകയായിരുന്നില്ലേ? കൂട്ടായ്മയിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് ശക്തി നമ്മുടെ ദൈവം നൽകുകയായിരുന്നില്ലേ? ഭയം വിട്ടുമാറുകയല്ലായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് കർത്താവിന്റെ വചനം നമ്മൾ ശ്രമിക്കുമ്പം വചനം നമ്മളെ ചൂടുപിടിപ്പിക്കും. ഞാൻ നിങ്ങൾ മരവിച്ച മനുഷ്യരാണ്. തളർച്ചയും ക്ഷീണവും സങ്കടവും പ്രയാസവും വിഷാദവും ഭയപ്പാടും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ വചനത്തിന്റെ ശക്തി പെയ്തിറങ്ങിയാൽ, ആ വചനം നിന്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവിൽ നിറഞ്ഞാൽ, എന്റെ നിരാശ, ഭയം, സങ്കടം, വിഷാദം, ഉത്കണ്ഠകൾ മാറും, മാറ്റും. ദൈവം മാറ്റും, സത്യമായും മാറ്റും. ആ സത്യവചനത്തെ ആത്മാവിൽ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ മന്ദോഷ്ണതകളെ മാറ്റണമേ. കർത്താവ്, ഇന്ന് പ്രത്യേകമായി ഞങ്ങളുടെ മന്ദോഷ്ണമായ ആത്മാക്കൾക്ക് വിമോചനം കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ലോകം ഇന്ന് മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കർത്താവേ, വിശ്വാസത്തിന്റെ വല്ലാത്ത പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. കർത്താവേ, ഞങ്ങൾ നടന്ന് നിങ്ങളുടെ വഴികളിൽ ശൂന്യതാബോധം ഞങ്ങൾക്കുണ്ട്. വിശ്വാസത്തിന് അർത്ഥം കിട്ടാത്തതുപോലെ, കർത്താവേ, ദൈവ ശുശ്രൂഷകൾക്ക് അർത്ഥമില്ലാത്തതുപോലെ അങ്ങയുടെ മക്കൾക്ക് അനുഭവപ്പെടുന്ന മന്ദോഷണയുടെ ഒരു കാലത്ത് കർത്താവേ, ചൂടുപിടിപ്പിക്കുന്ന അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് പകരണമേ. ഈശോയെ, നീ വരണമേ. ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മക്കൾ സ്തുതിക്കട്ടെ. ഈശോയെ, വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. നമുക്കൊരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ഒപ്പം ഈ സമയം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് നീ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകൾ യഥാർത്ഥത്തിൽ അറിയാവുന്ന അങ്ങേക്കാണ്. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങയുടെ സ്നേഹസ്പർശനം ഞങ്ങൾക്ക് അനിവാര്യതയാണ്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ വേണം. ഈശോയെ, ഞങ്ങളുടെ മരവിപ്പിലേക്ക്, തളർച്ചയിലേക്ക്, ഞങ്ങളുടെ ദുഃഖത്തിലേക്ക്, ഞങ്ങളുടെ ഒറ്റപ്പെടലിലേക്ക്, ഈശോയെ, ഈശോയെ, ആരോടൊന്നും പറയാൻ തോന്നാത്ത ഞങ്ങളുടെ അവസ്ഥകളിലേക്ക്, പ്രാർത്ഥിക്കാൻ ഇഷ്ടം തോന്നാത്ത, കർത്താവേ, ദൈവീയ കാര്യങ്ങളുള്ള താല്പര്യം നഷ്ടപ്പെട്ട ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് ഈശോയെ വരണമേ, വരണമേ. നിന്റെ കൃപ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും പകരണമേ. നിങ്ങളുടെ നാമത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, കൂട്ടായ്മകളെ ആശീർവദിക്കുന്നു. കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കൾ ഈ സമയം തളർന്നും മരവിച്ചും ക്ഷീണിച്ചും ദുഃഖിച്ചും വിഷാദത്തിലും കഴിയുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിന്റെ ശക്തി അവരെ സ്പർശിക്കാൻ, കർത്താവേ, നിന്റെ ജീവനുള്ള കരം നീട്ടണമേ. കർത്താവേ, നിന്റെ മഹത്വം ഇറങ്ങാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രത്യേക വിധം ധ്യാനിക്കുന്ന വിഷയം മന്ദോഷ്ണരായ ആത്മാക്കൾ.
നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന വലിയ അപകടങ്ങൾ പ്രിയപ്പെട്ടവർ വചനാധിഷ്ഠിതമായി സഭാ പഠനമനുസരിച്ച് വിശുദ്ധർക്ക് കർത്താവ് നൽകിയ ആത്മീയ ദർശനങ്ങളുടെ സഹായത്തോടെ കർത്താവ് നമ്മളെ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ വചനം തന്ന് സഹായിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കാരണം എനിക്ക് നിങ്ങൾക്ക് ഈ വചനം അത്യാവശ്യമാണ്. കാരണം ഈ കാലഘട്ടം നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രയാസ സന്ധിയാണ്. ഈ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കർത്താവിൻ്റെ ജീവനുള്ള വചനം അതിൻ്റെ മുഴുവൻ ചൂടിൽ ആദ്യ അപ്പസ്തോലന്മാർ അവരുടെ കൂട്ടായ്മയിൽ വചനം പറഞ്ഞപ്പം ദൈവവചനം എങ്ങനെ വചനം സ്വീകരിച്ചു, എങ്ങനെ അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടു, എങ്ങനെ അവരുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ സ്വന്തമായി, അതുപോലെ ഒരു രൂപാന്തരീകരണം നമുക്ക് കിട്ടണം, നമ്മൾ ആഗ്രഹിക്കണം. ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് അപ്പസ്തോലൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദൈവവചനം വാവിട്ട് കരഞ്ഞു. വാവിട്ട് കരഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ അവരന്വേഷിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിനെ കിട്ടാൻ, സ്വർഗത്തിലേക്ക് നോക്കാൻ, ഞങ്ങളുടെ ജീവിതം മാറാൻ, പോകുന്ന പോക്കിൽ ഒടുങ്ങാതെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്താൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനുതാപത്താൽ കലങ്ങിയ അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകിയ ഉറപ്പാണ്, നിങ്ങളുടെ അനുതാപം, നിങ്ങളുടെ പശ്ചാത്താപം അത് നിലനിൽക്കുന്ന ആണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, അതിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇന്നീ കാലത്ത് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ അനുതാപം സത്യമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിൽ നേരായിട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ മേൽ കർത്താവ് കരുണയോടെ നോക്കും. മാനസാന്തരം ആഗ്രഹിക്കുന്നവർക്ക് അത് തരും, വിശുദ്ധി ആഗ്രഹിക്കുന്നവർക്ക് അത് തരും, സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്നേഹം കിട്ടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയം ആഗ്രഹിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മന്ദോഷണതയുടെ കാരണമെന്ന് പ്രിയപ്പെട്ടവരെ വ്യക്തമായി നമ്മൾ അന്വേഷിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, അത് സ്നേഹം നഷ്ടപ്പെട്ടതാണ്. അത് യേശുക്രിസ്തുവിനോടുള്ള യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടതാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം മത്തായി ശ്ലീഹായിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 24, 12-ാമത്തെ വചനം കർത്താവ് ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്: അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്ന അന്ത്യകാല ലക്ഷണങ്ങളുടെ ഏറ്റവും പ്രത്യേകമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാവിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന പ്രത്യേകമായ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പ്രിയപ്പെട്ടവരെ കാരണമുണ്ടെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇന്നീ സമയം നമ്മൾ ധ്യാനിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോടുള്ള സ്നേഹം തണുത്താൽ പിന്നെ വിശ്വാസം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാതാകും. ദൈവീയ കാര്യങ്ങൾ, പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം, ഇതിനൊന്നും പിന്നെ അർത്ഥമില്ലാതാകും. ദൈവിക കൂട്ടായ്മകൾക്ക് അർത്ഥമില്ലാതാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കേണ്ടത് സ്നേഹം തിരിച്ചെടുക്കാൻ പറ്റണം. നമ്മുടെ കർത്താവിനുള്ള ബന്ധം നമുക്ക് യഥാർത്ഥത്തിൽ തീയായിട്ട് തിരിച്ചു കിട്ടണം. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യം, ഇരുമ്പും കാന്തവും എപ്പോഴും ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതെപ്പോഴും ഒരുമിച്ചായിരിക്കാൻ എപ്പോഴും തീഷ്ണമായി ആഗ്രഹിക്കുന്നത് പോലെ അതിന് തമ്മിൽ പരസ്പരം വളരെ ഗൗരവതരമായൊരു ആകർഷണമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നവർ പറയുന്നത്, ഈ കാന്തത്തിൻ്റെയും ഇരുമ്പിൻ്റെ ഇടയിൽ ഒരു ഡയമണ്ട് വെച്ചാൽ പിന്നെ ഇത് തമ്മിലുള്ള ആകർഷണം ഇല്ലാതാകും. പ്രിയപ്പെട്ട, ഇതുപോലാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാവിൽ പതിയേണ്ടതിന് പകരം ലോകവസ്തുക്കൾ, ലോകവ്യക്തികൾ, ഞാൻ തന്നെ അതിനിടയിൽ കയറിയാൽ പ്രിയപ്പെട്ടവരെ സ്നേഹം തണുത്തു പോകും. ഇന്ന് മന്ദോഷണമായ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പം നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് ഓരോരുത്തരും ഗൗരവതരമായി ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനിക്കണം, നിങ്ങൾ ധ്യാനിക്കണം. എൻ്റെ കർത്താവേ, അങ്ങനെയുള്ള അടുപ്പം, ആഴമായ ബന്ധം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള കാരണം കർത്താവേ, ഞങ്ങൾ വലുതായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവി വലുതായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം വലുതായി,
ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ, അത് മാത്രം വലുതായി. ഞങ്ങൾക്ക് സമ്പാദ്യങ്ങൾ വലുതായി കർത്താവേ, ഞങ്ങൾക്ക് സുഖാനുഭവങ്ങൾ വലുതായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ വലുതായി കർത്താവേ, ഞങ്ങളുടെ രുചികൾ വലുതായി കർത്താവേ, അല്പനേരത്തിൻ്റെ സുഖാനുഭവങ്ങൾ, നൈമിഷിക സുഖങ്ങൾ ഞങ്ങൾക്ക് വലുതായി കർത്താവേ. അതാണ് ഞങ്ങളുടെ കുറവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച കർത്താവ് ഞങ്ങൾക്ക് അന്യനാവുകയും കർത്താവെ, ഞങ്ങളെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങൾക്ക് വലുതാകുകയും ചെയ്ത കുറവ് ഞങ്ങൾക്കുണ്ട് കർത്താവേ. ആ അധർമ്മം കർത്താവേ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള സ്നേഹം നഷ്ടപ്പെട്ടത് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഈ രാവിലെ ഞങ്ങൾ ഒന്നിച്ച് നിലവിളിക്കുമ്പം കർത്താവേ, അങ്ങനെയുള്ള നിഷ്കളങ്കമായ സ്നേഹം ഞങ്ങൾക്ക് മടക്കി തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടി ഈ സ്നേഹം, തണുത്തുറഞ്ഞു പോയ കർത്താവിനുള്ള ആഴമായ ബന്ധം നമുക്ക് മടക്കി കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്നോട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഈശോയേ, 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 ഈശോ, ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 4-ാമത്തെ വചനം നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമുക്ക് വലുതാകുമ്പം, ലോകത്തിന് ഇഷ്ടങ്ങൾ, രുചികൾ നമ്മളെ സ്വാധീനിക്കുമ്പം നമ്മളിൽ നഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ നിഷ്കളങ്കമായ നിലനിൽക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയം വചനാധിഷ്ഠിതമായി സഭാപഠനത്തോട് ചേർന്ന് ഈ ഒരു വിഷയത്തെ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആഴപ്പെട്ട കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് ഈ ലോകത്തിന് വേണ്ടി വീണ്ടെടുപ്പിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ സുവിശേഷമാണ് കരുണയുടെ സുവിശേഷം. ആ കാരുണ്യത്തിൻ്റെ സുവിശേഷം, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാനുള്ള ക്ഷണമാണ്. എന്ത് തിന്മ ചെയ്താലും കർത്താവ് ക്ഷമിക്കുമെന്നുള്ള കരുണയല്ലത്. കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക്, സുവിശേഷത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞാനും നിങ്ങൾ ഉയരാൻ കർത്താവ് നിരന്തരം അവിടുത്തെ സ്നേഹം നൽകുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ശക്തി, കൃപയുടെ സഹായം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കരുണ സ്വീകരിക്കാൻ സുവിശേഷത്തിൻ്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് തുറന്നു തരുന്ന ഈ നാളുകളിൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് കണ്ണു നോക്കാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. കരുണയുടെ ദൈവം, കരുണയുടെ വിരുന്ന് നമുക്കായി വിളമ്പുന്ന നാളുകളിൽ ആ വിരുന്നിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാതെ ആ വിരുന്ന് മേശ തള്ളി മാറ്റിയാൽ, പ്രിയപ്പെട്ടവരെ, നിത്യനാശത്തിലേക്ക് പോകാനുള്ള സാധ്യതയായത് മാറുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ദൈവം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വീണ്ടും വീണ്ടും വിളിച്ചുണർത്തി സുവിശേഷത്തിൽ വിശ്വസിക്കുക, അനുതപിക്കുക, നീ തിരിച്ചു വരിക എന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, കരുണയുടെ വിശുദ്ധ കൂടാരം കർത്താവിൻ്റെ തിരുസഭ തന്നെയാണ്. ആ തിരുസഭ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. തിരുസഭ അമ്മയാണ്. അമ്മ കാത്തിരിക്കുകയാണ് മക്കൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, തിരുഹൃദയത്തിലേക്ക് മടങ്ങി വരാൻ. അതുകൊണ്ട് കർത്താവ് പ്രത്യേക വിധം, പ്രിയപ്പെട്ടവരെ, കരുണയുടെ പ്രവാചികയായി കർത്താവ് വേർതിരിച്ച ഫൗസ്റ്റീനാമയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു വേദനയുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, ആത്മീയമായി മന്ദോഷരായ നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മീയമായി മന്ദോഷനായവരെ പറ്റി യേശു പറയുന്നു, മറ്റാരെയും കാൾ ഇവർ മൂലം എനിക്ക് കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകുന്നു. എനിക്ക് ഒലിവ് തോട്ടത്തിൽ വെച്ച് ഇവരിൽ നിന്നാണ് ഏറ്റവും സങ്കടം അനുഭവിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഞാനും നിങ്ങളും കർത്താവിന് വേദന കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന അതേ രീതിയിൽ പോകാം. നമ്മുടെ മന്ദോഷണതയിൽ, നമ്മുടെ മരവിപ്പിൽ, ദൈവിക കാര്യങ്ങളുള്ള താല്പര്യക്കുറവിൽ നമുക്ക് പോകാം. കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഉണർന്ന് പ്രകാശിക്കണമെന്ന്, ജ്വലിക്കണമെന്ന് ഈശോ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വലിയൊരു തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ രാവിലെ നമ്മുടെ ആത്മാക്കളെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 2733
ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഔദത്യം തുറന്നു വിടുന്ന വേറൊരു പ്രലോഭനമാണ് ആത്മീയ മാന്ദ്യം. ആത്മനിഗ്രഹത്തിൻ്റെ അയവും ജാഗ്രതയുടെ കുറവും ഹൃദയത്തിൻ്റെ അശ്രദ്ധയും മൂലം ഉത്ഭവിക്കുന്ന വിഷാദരോഗത്തിൻ്റെ ഒരു വകഭേദമാണിതെന്ന് ആത്മീയ പിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ആത്മനിഗ്രഹത്തിൻ്റെ കുറവ് വരുമ്പം, ആത്മീയ ജാഗ്രതയുടെ കുറവ് വരുമ്പം ഈ ഒരു അപകടം നമ്മളെ തേടി കടന്നു വരാമെന്ന് സഭ പഠിപ്പിക്കുന്നത് കർത്താവ് എത്ര വ്യക്തമായി തൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇതറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗ്രഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ, എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറ്റവും കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിച്ച വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് നിരന്തരം മക്കൾ ഉണർന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം. ഗെത്സമനിയിലെ കർത്താവിൻ്റെ നമ്പരം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഗെത്സമനിയിൽ കർത്താവ് നമ്പരപ്പെടുന്ന ഈ വിഷയത്തിൽ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? ഗെത്സമനിയിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദന തൻ്റെ പ്രിയപ്പെട്ടവർ തനിക്കൊപ്പം ഏറ്റവും നിർണായക സമയത്ത് കൂടെ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് കരുതിയ പ്രിയപ്പെട്ടവർ ആ രാവിൽ തനിക്കൊപ്പം നിൽക്കാതെ വല്ലാതെ ഉറങ്ങുമ്പം കർത്താവ് സങ്കടത്തോടെ അവരെ നോക്കി എന്നെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് അവരോട് പറഞ്ഞ വചനം മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 37-38 വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി നേടിത്തന്നു എന്നുള്ള ലാഘവത്വത്തോടെ ഉറങ്ങുന്ന ആരെങ്കിലും നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ കർത്താവാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്കൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ലാഘവത്വത്തിന്റെ ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, അത് നിരന്തരമായ പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിന്റെ, കർത്താവിന്റെ കുരിശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പൂർത്തിയാക്കപ്പെട്ട രക്ഷയുടെ പങ്കാളിത്തം ഈ മണ്ണിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ആത്മീയ അവസരങ്ങളെ, സഹനങ്ങളെ, വേദനകളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ, കർത്താവിന്റെ കണ്ണിലേക്ക് പരിപൂർണമായ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് മുട്ടുകുത്തി ജാഗരണം ഇരുന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ കരമിരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച അനുഗ്രഹമുള്ള മനുഷ്യരിലൂടെയാണ് സഭ വളർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ചർച്ചകളിലൂടെ അല്ല. പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് ഈ ലോകത്തിന്റെ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൂടെ അല്ല. മുട്ടുകുത്തി പ്രാർത്ഥിച്ച, കരം വിരിച്ച് പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച, കർത്താവിലേക്ക് മാത്രം നിലയുറപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ, ക്രമീകരിച്ച ജീവിതങ്ങളിലൂടെയാണ് കർത്താവിന്റെ സഭ എന്നും എന്നും എപ്പോഴും വളർന്നിട്ടുള്ളതുള്ള സത്യം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ആ സത്യം തിരിച്ചറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയ്ക്ക് താങ്ങാകാൻ, സഭയ്ക്ക് കാവലാളാകാൻ, സഭയ്ക്ക് കർത്താവിന്റെ സാന്നിധ്യമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന മക്കൾ പ്രിയപ്പെട്ടവരെ മുട്ടുകുത്താൻ തയ്യാറാവും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവും. കർത്താവിന്റെ തിരുസന്നിധിയിൽ കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണേ എന്ന് നിലവിളിക്കാനുള്ള ശക്തി, അഭിഷേകം അവർക്ക് കർത്താവ് നൽകും. പ്രിയപ്പെട്ടവരെ, അഭിഷേകം ആഗ്രഹിക്കാം നമുക്ക്. ആ അഭിഷേകമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടത്. സങ്കടപ്പെട്ട്, വിഷാദപ്പെട്ട്, നിരാശപ്പെട്ട് തളർന്നുറങ്ങേണ്ട കാലമല്ല ഇത്. ഉണർവോടെ സജീവമായി ജീവനുള്ള ദൈവത്തെ, ഈശോയെ വിളിക്കാനുള്ള കാലമാണിത്. ആ ഒരു കാലത്തിന്റെ വലിയ സാധ്യതകൾ പ്രിയപ്പെട്ടവരെ കർത്താവ് തുറന്നിരിക്കുന്ന സമയത്ത് ലോകം കടന്നു പോകുന്നു, സഭ കടന്നു പോകുന്നു, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, സമൂഹങ്ങൾ, സമർപ്പിത ജീവിതങ്ങൾ, വൈദിക ജീവിതങ്ങൾ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവർ, ഈ സമയം നിരുന്മേഷരാകാതെ, ഉത്സാഹം നഷ്ടപ്പെടുത്താതെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അവനെ നോക്കിയിരിക്കാൻ മനസ്സ് കാട്ടിയാൽ
ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24-26 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇത്രയും കള വിതയ്ക്കപ്പെട്ടത്, ഇത്രയും തിന്മ, ഇത്രയും അശുദ്ധി, ഇത്രയും അപകടകരമായ ദുർസ്വാധീനങ്ങൾ നമ്മുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയൊക്കെ ഇടങ്ങളിൽ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെ ഉറക്കമാണ്, മന്ദോഷണതയാണ്, അലസതയാണ്, മൂടലാണ്, മരവിപ്പാണ്. ദൈവത്തിന് കൊടുക്കേണ്ട വലിയ സാന്നിധ്യം പ്രാർത്ഥനയുടെ വിശുദ്ധ നാഴികയെ മലിനപ്പെടുത്തിയതാണ്, അലങ്കോലപ്പെടുത്തിയതാണ്. പ്രാർത്ഥനയുടെ, ധ്യാനത്തിൻ്റെ, മനനത്തിൻ്റെ, ജീവദായകമായ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്കുള്ള നിലവിളിയുടെ അഭിഷേകം നഷ്ടപ്പെടുത്തി ഉറങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ പല കളകളും കുടുംബത്തിൽ, സമൂഹങ്ങളിൽ, നമ്മുടെ ആത്മാക്കളിൽ വിതയ്ക്കപ്പെടാൻ കാരണമായതെന്നുള്ള വലിയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റും. വീണ്ടും മുറ്റുകുത്താൻ തയ്യാറാണോ? വീണ്ടും ഉണർവോടെ കർത്താവിലേക്ക് തിരിയാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, കരം പിരിക്കാൻ തയ്യാറായാൽ, വീണ്ടും കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് പരിപൂർണമായ സ്നേഹത്തോടെ ശ്രദ്ധ തിരിക്കാൻ തയ്യാറായാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ സുവിശേഷത്തിന്റെ ശക്തിയാൽ വീണ്ടും ജ്വലിക്കപ്പെടും. ആ മഹത്വം നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. കാരണം കർത്താവിന് എപ്പോഴും ഒരേ കാര്യമാണ് പറയാനുള്ളത്. സുവിശേഷം ആവർത്തിച്ച് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ തീ, ചൂട് അനുഭവിക്കുന്നവർക്കാണ് വലിയ പ്രത്യാശ, പ്രകാശം കിട്ടുന്നത്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-50 പ്രിയപ്പെട്ടവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തീ, അതാണ് കർത്താവിൻ്റെ കൊതി. കർത്താവ് ഒരു ദിവസം പോലും മന്ദോഷനായി മരവിപ്പോടെ കഴിഞ്ഞിട്ടില്ല. ഞാനും നിങ്ങളും അങ്ങനെ അല്ല. നമുക്ക് ചില നേരങ്ങളിൽ വലിയ ആവേശമാണ്. ആവേശത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പിന്നെ അത് ഓർക്കുന്നത് എപ്പോഴോ. അതിൻ്റെ അവസ്ഥകേടുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ആ തീ, നിലനിൽക്കുന്ന തീ, അത് പരിശുദ്ധാത്മാവാണ്. അഗ്നിയാൽ കത്തപ്പെടാൻ, ജ്വലിക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ അനുവദിച്ചാൽ ആ തീ നമ്മളെ വ്യത്യാസപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ സമയം അത് നമുക്ക് ലഭിക്കാൻ ആഗ്രഹിക്കാം. ഈ ആത്മീയ ശുശ്രൂഷ സ്വർഗം വെളിപ്പെടുത്തിയ ശുശ്രൂഷയായി സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വിശുദ്ധമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ ദിനങ്ങളിൽ വചനത്തിന്റെ ശക്തി ഒരു അഗ്നിയായി കുടുംബങ്ങളെ, സമൂഹങ്ങളെ എല്ലാ വിധത്തിലും ശക്തിപ്പെടുത്തേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഈ ഭൂമിയിൽ ഏറ്റവും അധികം വെളിപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് വീണ്ടും കർത്താവിൻ്റെ വലിയ മഹത്വത്തോടെ, സ്നേഹത്തോടെ തിരിയാൻ, ജീവനോടെ തിരിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപ കിട്ടട്ടെ. കാരണം അതിലൂടെ അല്ലാതെ വീണ്ടെടുപ്പില്ല. കർത്താവേ, വചനം തരണമേ. കർത്താവേ, നിന്റെ കൃപയുടെ വിരുന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. വിശുദ്ധ പാദ്രി പിയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരു ദിവസം ഭൂമിയിലെ സൂര്യൻ കെട്ടുപോയാൽ ഈ ലോകം നിലനിൽക്കുമായിരിക്കും. പക്ഷേ ഒരു ദിവസം ഈ ഭൂമിയിൽ കുർബാന ഇല്ലാതായാൽ ലോകം ഇല്ലാതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട, ഇപ്പോഴും നമുക്ക് ഈ ഒരു വലിയ ബോധ്യം, തിരിച്ചറിവായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കർത്താവേ, കുർബാന ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ അനുഗ്രഹമായ കുർബാന അപ്പത്തെ, അന്നന്ന് വേണ്ട അപ്പത്തെ തരണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾക്ക് തുടർച്ചയായി കുർബാന സ്വീകരിക്കാൻ പറ്റാതായാൽ നമ്മുടെ മക്കൾ മരവിച്ചു പോകുമെന്ന്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ തളർന്നു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ആ വലിയ ആഗ്രഹത്തോടെ കർത്താവേ,
ഞങ്ങൾക്ക് കുർബാന നൽകണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടും കുർബാനയുള്ള ബന്ധം തരണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഈശോയ്ക്ക് വല്ലാതെ വിലമതിപ്പോടെ ഈശോ കണ്ട ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാനെ കുറിച്ച് ഈശോ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:35. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ഈശോയ്ക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതം മാറേണ്ടത് അങ്ങനെയാണ്. ഇപ്പം പോകുന്ന പോക്ക് നല്ലതല്ല എന്ന്, ഇപ്പോഴുള്ള എൻ്റെ ജീവിത ശൈലി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രിയപ്പെട്ടവരെ അത് ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വെളിപാട് പുസ്തകം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ആ സത്യം. പ്രിയപ്പെട്ട വെളിപാട് 3-ാം അധ്യായം 15-16 വചനം ഈശോയുടെ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. ഈശോ, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഈശോയാ പറയുന്നത്. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തരും ഗൗരവമായി വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ ഓർക്കണം. കർത്താവേ, ഈ തുപ്പിക്കളയുന്ന അവസ്ഥയിലാണോ ഞാൻ പോകുന്നത്? എൻ്റെ യാത്രയിൽ കർത്താവേ ഞാൻ കടന്നു പോകുന്ന എൻ്റെ അവസ്ഥ കർത്താവേ ഈ മന്ദോഷ്ണതയാണെങ്കിൽ കർത്താവേ എനിക്ക് ചൂട് തരണമേ. എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ വീണ്ടും 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 കത്താനുള്ള ജ്വലനം തരണമേ ആഗ്രഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മന്ദോഷ്ണമായ അവസ്ഥയിൽ നമുക്ക് തന്നെ നൽകുന്ന അപകടം, സഭയ്ക്ക് നമ്മൾ നൽകുന്ന അപകടത്തെക്കുറിച്ച് പുണ്യവാന്മാരിലൂടെ പുണ്യവതികളിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ പയസ് അഞ്ചാമൻ പറയുന്ന ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ തിന്മകൾക്കും കാരണം മന്ദോഷ്ണരായ കത്തോലിക്കലാണ്. ലോകത്തുള്ള എല്ലാ തിന്മകൾക്കും കാരണം മന്ദോഷ്ണരായ കത്തോലിക്കലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. മന്ദോഷ്ണതയുള്ള ഒരു ആത്മാവ് സഭയ്ക്ക് വലിയ അപകടമാണ്. കാരണം അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മന്ദോഷ്ണത പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിന് എന്ത് അപകടം സൃഷ്ടിച്ചു എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സമൂഹങ്ങൾക്ക് അത് എത്രത്തോളം അപകടമായി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അത് എത്രത്തോളം അപകടത്തിന് കാരണമായി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ ചൂട്, അഭിഷേകത്തിൻ്റെ അഗ്നി ഇറങ്ങാൻ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവർ, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്: മന്ദോഷ്ണർ കുരിശിനെ പുൽകുന്നില്ല, മറിച്ച് അതിനെ വലിച്ചിഴയ്ക്കുകയാണ് ചെയ്യുന്നത്. മന്ദോഷണർക്ക് ഒരിക്കലും സഹനങ്ങൾ, വേദനകൾ, ഈശോ നൽകുന്ന ആത്മീയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവില്ല. കാരണം അവർ കുരിശിനെ ഒരിക്കലും മാനിക്കുന്നില്ല. അവർ കുരിശിനെ വലിച്ചിഴയ്ക്കുകയാണ്. ജീവിതത്തിൻ്റെ അനുഗ്രഹം തരുന്ന ആത്മീയ നന്മകളായി കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളെയും വേദനകളെയും സ്വീകരിക്കാൻ പറ്റാതെ ലോകത്തിൻ്റെ അല്പനേരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം മതിമറന്ന് ഓടുന്ന ഒരു ലോകത്തിന് ഈ സത്യം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉപകാരമില്ലാതായി മാറുമെന്ന്, അവിടുത്തെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സമായത് മാറുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ബിഷപ്പ് പാദ്രി പിയോ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിൽ കുടികൊള്ളാൻ ഒരു വിഷാദത്തെയും അനുവദിക്കരുത്. എന്തെന്നാൽ വിഷാദം പരിശുദ്ധാത്മാവിൻ്റെ സ്വതന്ത്ര പ്രവർത്തനത്തെ തടയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിഷാദം ഇന്ന് വല്ലാതെ പരക്കുന്ന ഒരു കാലമാണ്. കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മിസ്റ്റർ ഫൗസ്റ്റീന അമ്മ, പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയ ദർശനങ്ങളിൽ അതിൻ്റെ ഖണ്ഡിക 146 നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് എഴുന്നേക്കാൻ നമ്മളെ കർത്താവ് സഹായിക്കുന്നതെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുണ്യവതി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പുണ്യവതി ഇങ്ങനെയാണ് പറയുന്നത്: പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനു വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും
പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ട ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. എന്നിട്ട് അതിനുശേഷം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വിശുദ്ധിയും നൈർമല്യവും ഉള്ള ഒരാത്മാവ് പ്രാർത്ഥിക്കണം. അവരെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. കൊച്ചു ത്രേസ്യയെ പോലെ, അൽഫോൻസാമയെ പോലെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞു പ്രായം മുതലേ കർത്താവിൻ്റെ കൃപയാൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്താൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് പ്രിയപ്പെട്ട ആ വിശുദ്ധിയോടെ നിർമ്മലതയോടെ നിലനിൽക്കണമെങ്കിൽ ആത്മാവ് പ്രാർത്ഥിക്കണമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുമെന്ന് പുണ്യവതി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണമെന്ന്. ഇത് നമുക്ക് കുഞ്ഞുപ്രായം മുതൽ നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആ വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരാത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആഗ്രഹിക്കുന്ന ഒരാത്മാവ് നിരന്തരം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. വീണ്ടും പുണ്യവതി പറയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത്. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ഒരാത്മാവ് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവവചനം തൊട്ടിട്ട് വ്യത്യാസം വന്ന അനേകായിരങ്ങളുണ്ട്. പക്ഷെ അവർ നമ്മൾ ഓരോരുത്തരും ആണെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട സത്യം, നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണു പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ലഭിച്ച മാനസാന്തര അനുഭവം നിലനിൽക്കണമെങ്കിൽ നിരന്തരം പ്രാർത്ഥിച്ച് 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 ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റണം. പാവത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാത്മാവ് പ്രാർത്ഥിക്കണമെന്ന് കേൾക്കുമ്പം നമുക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകാതെ തോന്നാം. പക്ഷെ പ്രിയപ്പെട്ട തിരിച്ചറിയണം, പാവത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് നിരാശപ്പെടാതെ വീണ്ടും പ്രാർത്ഥിച്ചാൽ അത് പാവത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ ഒഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തകർന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം കിട്ടാൻ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം, കർത്താവിൻ്റെ സ്നേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം ഓരോ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടോ അവിടെയെല്ലാം അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: മക്കളെ, സ്വർഗം അഭിലഷിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിഹാരം ചെയ്യണം, നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം, നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ തിരുക്കുമാരിലേക്ക് മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, സ്വർഗം വെളിപ്പെടുത്തിയ ഈ ആത്മീയ അനുഗ്രഹങ്ങള് നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമാം വിധം കർത്താവിൻ സ്വരം വചനത്തോട് ചേർന്ന് സഭയുടെ ആത്മീയ ഔദ്യോഗിക പഠനങ്ങളെ കൂടുതൽ സജീവമാക്കുന്ന വിധത്തിൽ ദൈവം നൽകുന്ന വെളിപാടുകളെല്ലാം സഭ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. കഞ്ചിക്കോട് റാണി ജോൺ ചേച്ചിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ആത്മീയ വെളിപ്പെടുത്തലുകളെല്ലാം വചനത്തെ കൂടുതൽ സജീവമാക്കുന്നതും കർത്താവ് അവിടുത്തെ പരിശുദ്ധ സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളെ കൂടുതൽ ആദരവോടെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ആ മകൾക്ക് നൽകിയ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനും ലോകത്തിന്റെ നവീകരണത്തിനും വേണ്ടി നൽകിയതാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മ നമ്മളോട് സംസാരിക്കുന്ന അതേ ആത്മീയ സ്നേഹത്തോടെ നമുക്ക് ആ വാക്കുകളെ ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മളെ കരുതലോടെ ഈ വചനം സ്വീകരിക്കുവാൻ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ഒരു പുതു സമൂഹമാകുവാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി തരാൻ ആഗ്രഹിച്ച എല്ലാ മക്കളും സ്തുതിച്ചേ. ഈശോയേ, ഈശോയേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന 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 ആരാധന. തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട് ഉൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട് ഉൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു, തീ കത്തിക്കാ എന്നിൽ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ സ്വർഗീയ രാജാവേ, തീ കത്തിക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. പരിശുദ്ധ അമ്മ
നമ്മെ കൊണ്ട് ഇത്രയും ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. അമ്മ സംസാരിക്കുകയായിരുന്നു നമ്മളോട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. നമുക്ക് തുടർന്നുള്ള സന്ദേശങ്ങൾ കേൾക്കാം. സ്നേഹിക്കുന്ന അമ്മ പീഡിപ്പിക്കപ്പെടുന്ന മക്കളോട് കൂടെയാണ്. പീഡനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ അമ്മയ്ക്ക് മക്കളുടെ പീഡനങ്ങളുടെ ഘോരത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് അമ്മയെ ആരും പഠിപ്പിക്കേണ്ട. പ്രിയപ്പെട്ട ഈശോയുടെ ദാസീദാസന്മാരായ മക്കള് അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഈശോയെ സ്വീകരിച്ചും ഈശോയെ നൽകിക്കൊണ്ടും ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മക്കളെ, പ്രാർത്ഥിക്കാനായി നിങ്ങൾക്ക് ലഭ്യമാകുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അമ്മ വീണ്ടും പറയാ, ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരുന്ന? പ്രാർത്ഥിക്ക് മക്കളെ, പ്രാർത്ഥിക്ക് മക്കളെ, പ്രാർത്ഥിക്ക്. അമ്മയ്ക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് രക്ഷയുടെ വാതിൽ തുറന്നു തരുന്ന താക്കോലെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പറയുന്നു, മക്കളെ, ലഭിക്കുന്ന ഒരു അവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ഹൃദയ ദേവാലയത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളുടെ ശരീരം അസംഖ്യം പരീക്ഷണങ്ങളാൽ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളുടെയും ശരീരം പലതരത്തിലുള്ള പരീക്ഷണങ്ങളാലും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് സൗഖ്യം നൽകാൻ, ശക്തി പകരാൻ അമ്മയുണ്ടായിരിക്കും. ക്രമേണ അത് എല്ലാറ്റിനും എൻ്റെ വത്സലസുതനും നിങ്ങളുടെ രക്ഷകനുമായ യേശുവിനോട് സാദൃശ്യം പ്രാപിക്കും. അപ്പൊ യേശുവിനോട് സാദൃശ്യം പ്രാപിക്കണമെങ്കിൽ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ. നമുക്കത് വലുതായി തോന്നാം, പക്ഷെ അമ്മ ഉറപ്പ് തരിക, നമ്മളെ യേശുവിനോട് സാദൃശ്യരാക്കാൻ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും, ശുദ്ധീകരണങ്ങൾ ഉണ്ടാകും. പരിത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബലിയായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. സഹനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. ഈ സന്ദേശം നൽകിയപ്പോൾ അമ്മ പറഞ്ഞു തന്നു, മോളെ, സഹനം വരപ്രസാദ പീയൂഷമാണ്. സഹനം വരപ്രസാദ പീയൂഷമാണ്. സഹനം ഒരു കൂദാശയായിട്ട് നമ്മൾക്ക് സ്വീകരിച്ചാലോ? കൂദാശയിലൂടെയല്ലേ നമുക്ക് വരപ്രസാദം കിട്ടുന്നേ? നമുക്ക് സഭയിലൂടെ ലഭിച്ചിട്ടുള്ള, ഈശോ സ്ഥാപിച്ചിട്ടുള്ള കൂദാശകളെ ആയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നേ. വരപ്രസാദം ലഭിക്കാൻ സഹനം നമ്മൾ സ്വീകരിക്കണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. എനിക്കൊരു കൊച്ചു സഹനം വന്നാൽ അത് വേറൊരാളുടെ ചുമലിൽ കെട്ടിവെക്കാനായിരിക്കും നമ്മിൽ പലർക്കും ഇഷ്ടം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളൊക്കെ വന്നാൽ, അതിലൂടെ സഹനം വന്നാലും അത് ഞാനല്ല ചെയ്തത്, ഞാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒന്ന് മാറി നിൽക്കാനാണ് നമുക്ക് പലർക്കും ഇഷ്ടം. എന്നാൽ അമ്മ പറയാ, സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, ഉറപ്പാ. കാരണം എന്താ? നീ കർത്താവിൻ്റെയാണ്. അത് പിശാച്ചിന് പിടിക്കില്ല. പിശാച്ച് ഏറ്റവും അടുത്തപ്പെട്ടവരെ കൊണ്ട് തന്നെ നിന്നെ കട്ട് ചെയ്യാനായിട്ട് മൂർച്ചയുള്ളൊരു കത്രിക ആയിട്ട് വിടും. അത് എന്തിനാണെന്നോ? കൂടുതൽ ശാഖകൾ ഉണ്ടാകാനാ. അതുകൊണ്ട് ക്രിസ്ത്യാനി, നീ സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. നിന്നോടുള്ള സ്നേഹത്താൽ സഹിച്ച കർത്താവിൻ്റെ മുറിപ്പാടുകളെ നീ ഓർക്കണം. നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സഹിച്ച കർത്താവ് കാൽവരി കുരിശിലെ അവിടുത്തെ മുറിപ്പാടുകളെല്ലാം നിന്നോടുള്ള സ്നേഹത്തിൻ്റെ മുദ്രയാക്കി മാറ്റിയവനാണ്. അതുകൊണ്ട് നീ കർത്താവിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നിനക്കൊരു മുദ്ര കാണിച്ചു കൊടുക്കണ്ടേ? കർത്താവേ, എൻ്റെ ആത്മാവില് ആരോടും പരാതി പറയാതെ ഞാൻ സഹിച്ച സഹനങ്ങളുടെ ഒരു മുദ്രയുണ്ടെന്ന് നിനക്ക് ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതിന് മൗനമായിട്ട് സഹിക്കുക. പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ, കുഞ്ഞേ, ലഭിക്കുന്ന സഹനങ്ങളൊന്നും എച്ചിലാക്കാതെ ഈശോയ്ക്ക് കൊടുക്കണം. ഞാൻ പല വേദികളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നോ എച്ചിലാക്കാതെ കൊടുക്കുന്നത്? ഇന്ന് ഒരാൾ എന്നെ ഒരു കുറ്റം പറഞ്ഞു. ഞാൻ ആ കുറ്റത്തിന് അവകാശിയല്ല എന്ന് എനിക്കറിയാം, ഈശോയ്ക്ക് അറിയാം. ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അവരെന്നെ അങ്ങനെ പറയുന്നു. ഇപ്പോൾ സന്തോഷ് ബ്രദർ ബെന്നി പുന്നത്തറ, കുറേ ദൈവ ശുശ്രൂഷകരുണ്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയുണ്ട്. എല്ലാ ശുശ്രൂഷകൾക്കും നേരെ ഒരു കല്ലേറ് എപ്പോഴും ഉണ്ടാവും. എല്ലാ വ്യക്തികൾക്കും നേരെ ഉണ്ടാവും. കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും, കൂട്ടായ്മയിൽ നിന്നുണ്ടാകും, സമൂഹത്തിൽ നിന്നുണ്ടാകും, സഭയിൽ നിന്നുണ്ടാകും. നമ്മൾ അവരെ ആരും കുറ്റം പറയണ്ട. കാരണം എന്താ അറിയോ? അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക.
അവരത് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നേ? നമ്മളത് മൗനമായി സഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക. അതുവഴി സംഭവിക്കുന്നതോ, മൗനമായിട്ട് പരാതിയില്ലാതെ ഒരു സഹനം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട്. സ്വീകരിക്കുന്ന നിനക്കും തന്നവർക്കും അത് അനുഗ്രഹമായി തീരും. അമ്മ എച്ചിലാക്കാതെ കൊടുക്കാൻ പറയുമ്പോൾ പറയാറുണ്ട്, ഒരു കുറ്റം കേൾക്കുമ്പോൾ, ഒരു പരാതി കേൾക്കുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോട് നമ്മുടെ മാനുഷികതയ്ക്ക് നമ്മളത് ഷെയർ ചെയ്യും. അപ്പോൾ അവർ നമ്മളെ കുറച്ച് ആശ്വസിപ്പിക്കും. അതിൽ നമ്മൾ കുറച്ച് സംതൃപ്തി കിട്ടും, ആശ്വാസം കിട്ടും. എന്നാലും ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ദൈവത്തോട് പറയും, ഈശോയെ ഞാൻ ചെയ്യാത്ത തെറ്റാ, കുഴപ്പമില്ല ഏട്ടാ, ഞാൻ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന? കർത്താവിന് എച്ചിൽ കൊടുക്കുക, വേസ്റ്റ് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ളത് സഹതാപം തരാനായിട്ട് കഴിയുന്നുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടു കൊടുത്തു. ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ടു കൊടുത്തു. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അവിടെ വെട്ടിമുറിച്ചു. എന്നിട്ട് ബാക്കി എച്ചില്, വേസ്റ്റ് ഇല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്നത്, അത് കൊടുക്കുന്നത് പോലെ കർത്താവിന് എച്ചില് കൊണ്ടു കൊടുത്തു. അപ്പൊ ഈശോ എങ്ങനെ അനുഗ്രഹിക്കുക? സഹനത്തിന് സാക്ഷ്യം നൽകാനുള്ള കൃപ നമുക്ക് എങ്ങനെയാ നൽകുക? അതുകൊണ്ട് അമ്മ പറയാം, മക്കളെ എൻ്റെ മകന് എച്ചില് കൊടുക്കരുത് കേട്ടോ. സഹനം സ്വീകരിക്കുമ്പോൾ എച്ചില് കൊടുക്കരുത്, ഫ്രഷ് ആയിട്ട് കൊടുത്തേൻ. പിന്നെ ആരോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ. അത് നമ്മുടെ ആത്മാവിന് വലിയൊരു പൊൻതൂവലായിട്ട്, പൊൻകിരീടമായിട്ട് അണിയിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. വലിയ പരീക്ഷണത്തിന്റെ കാലം ആഗതമായി. അന്തരീക്ഷം പുകപടലങ്ങളാൽ നിറയുന്നു. അഗ്നികുണ്ഡങ്ങൾ ഉയരുന്നു. സ്ഫോടക വസ്തുക്കൾ ശക്തിയോടെ നിർമ്മിക്കപ്പെടുന്നു. അതിലുപരി മനുഷ്യഹൃദയങ്ങളിൽ വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അമ്മ ചോദിക്കുക. അമ്മ എത്ര വർഷം മുൻപ് പറഞ്ഞതാണെന്നോ? 97 പറഞ്ഞതാ. വലിയ പരീക്ഷണത്തിന്റെ കാലം, പുകപടലങ്ങളാൽ നിറയുന്ന ലോകം, അഗ്നികുണ്ഡങ്ങൾ ഏതൊക്കെയോ സമയങ്ങളിൽ തീപിടുത്തങ്ങളും തീവെപ്പുകളൊക്കെ നടക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ പുകമറ, അത് ശക്തിയോടെ നിർമ്മിക്കപ്പെടുന്നു സ്ഫോടക വസ്തുക്കള്. അതിലുപരി മനുഷ്യ ഹൃദയങ്ങളിൽ വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീപ്പൊരി കത്തിപ്പടരാനായിട്ട് സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അമ്മ വഴി നമ്മളോട് പറയാ, മനുഷ്യ ഹൃദയങ്ങളില് വൈരാഗ്യത്തിന്റെ തീപ്പൊരി കത്തിപ്പടരുന്നു. ഇതിന്റെ എല്ലാം പരിണിത ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? സാധിക്കണം. നമ്മളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുക പരിണിത ഫലം ഇപ്പോൾ. കരുണയുടെ പൂമഴ ചൊരിയുന്നതിനായി ഈ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. മാർപ്പാപ്പ നേരിടുന്ന അതിശക്തമായ പരീക്ഷണങ്ങളിൽ ധൈര്യം കൈവരിച്ച് മുന്നേറുന്നതിനും സഭയെ അക്ഷീണം ഭരിക്കുന്നതിനുമുള്ള ദൈവകൃപയ്ക്കായി മക്കളെ പ്രാർത്ഥിക്കുക. ശരീരമാകുന്ന ദേവാലയത്തെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നതിനായി ഓരോ മക്കളും പ്രാർത്ഥിച്ച് ശക്തി നേടുക. സ്ത്രീത്വം വിൽക്കപ്പെടുന്ന ഒരു വിപണന വസ്തുവായിട്ടല്ലേ ലോകം ഇന്ന് കാണുന്നത്? സ്ത്രീത്വത്തിന് മാന്യതയുള്ളതായിട്ട് മനസ്സിലാക്കുന്നവർ പോലും സ്ത്രീത്വത്തെ അഴിച്ചാട്ടത്തിനല്ലേ കൊണ്ടുപോകുന്നത്, സത്രമായിട്ടല്ലേ കരുതുന്നത്. എത്രയെത്ര സ്ത്രീകളാണ് സ്വന്തം ശരീരം വിറ്റിട്ട്, സ്വന്തം ശരീരത്തെ മറ്റുള്ളവന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ജീവിതത്തിന്റെ അഴുക്കുചാലിൽപ്പെട്ട് കഴിയുന്നത്. ശരീരമാകുന്ന ദേവാലയം അപ്പസ്തോലന്മാരിലൂടെ, പ്രവാചകരിലൂടെ കർത്താവീശോ മിശിഹ നമ്മളോട് പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, അതിനെ അഴുക്കുപുരളാൻ നീ അനുവദിക്കരുത് കുഞ്ഞേ. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, ആകർഷണങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നീ ജീവിക്കുകയാണെങ്കിൽ നീ നശിപ്പിക്കുന്നത് ശരീരത്തെയല്ല, അതിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ്. അത് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തെ വിറ്റ് കാശാക്കരുത്. ശരീരം വിറ്റ് കാശാക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ നാശമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വന്തം ശരീരം പ്രദർശന വസ്തുവാക്കി നടത്തുന്ന എത്ര മാതാപിതാക്കളുണ്ടെന്നോ? കൊച്ചുമക്കളെ പ്രദർശനത്തിന് വിട്ടിരിക്കുക.
ഏറ്റവും പണമൊക്കെ ഉള്ളവരാണ്. വസ്ത്രം വാങ്ങാൻ കാശിലായിട്ടൊന്നുമല്ല, അവിടെ ഇവിടെയും കീറിയതും തുന്നിയതും പറിച്ചതും എന്ന് തോന്നുന്ന രീതിയിൽ വലിയ വില കൊടുത്ത് അങ്ങനത്തെ വസ്ത്രങ്ങൾക്ക് വലിയ വിലയാണെന്നാണ് പറയുന്നേ. പലപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പലരോടും ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയും, ഞാനൊരു 50 രൂപ തരാം, ഒരു 1/2 മീറ്റർ തുണിയെങ്കിലും മേടിച്ച് അവിടെ ഒന്ന് തുന്നിച്ചേർക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെ സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിലല്ല. ഉതപ്പിന് കാരണമാകുന്നവൻ ഉലയിൽ നിന്ന് ഉടലെടുക്കുന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ അഭാവമുള്ളവനായി തീരും. ഉലയിൽ നിന്ന് ഉടലെടുക്കുന്നത് എന്താ? ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ കാൽവരി കുരിശിലെ സഹനത്തിൻ്റെ ഉലയിൽ ആ ചൂടിൽ രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യ ശരീരങ്ങൾ, മനുഷ്യൻ്റെ ആത്മാവ് ഇന്ന് ഉതപ്പിന് കാരണമാകുന്നെങ്കിൽ അത് ആ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളും വസ്ത്രം ധരിപ്പിക്കുന്ന വ്യക്തികളും മോടിക്കാഴ്ചകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഭാസകരമായി ലോകത്തിന്റെ മുൻപിൽ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നവരും ഓർക്കുക, നീ നരകത്തിന്റെ വാതിലിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് വേണ്ടി പിശാച് തുറന്നിട്ടിരിക്കുന്ന നരകത്തിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും നീ ഇതുപോലെ മുന്നേറുകയാണെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ യുവതി യുവാക്കളെ, നിങ്ങൾ വസ്ത്രധാരണത്തെ കുറ്റം പറയാനൊന്നും ഞാൻ ആരുമല്ല, ഞാൻ പൂർണ്ണയല്ല. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം നിങ്ങൾ ചോദിച്ചേക്കാം, വസ്ത്രത്തിലാണോ കാര്യം ഇരിക്കുന്നതെന്ന്. വസ്ത്രത്തിലുണ്ടെന്നേ കാര്യം. അതുകൊണ്ട് വിശുദ്ധിയുള്ള മക്കളായി ജീവിച്ച് ആത്മാവിനെ വിശുദ്ധി കൊണ്ട് പൊതിഞ്ഞ് മറ്റുള്ളവർക്ക് ഒരു പ്രലോഭനം ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് സാധിക്കണം. സാത്താന്റെ കെണിയിലും പ്രലോഭനത്തിലും നിങ്ങൾ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാ മക്കളുടെയും അഭയകേന്ദ്രമായ യേശു സ്നേഹം നിങ്ങളിൽ പ്രതിഫലിക്കുന്നതിനായി ഈ അമ്മയോടൊപ്പം പ്രാർത്ഥനയോടെ മുന്നേറുക, സമർപ്പിക്കുക. അമ്മയുടെ ഈ ആഹ്വാനത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ശരീരം ഒരു ദേവാലയമാണെന്നും ഈ ദേവാലയത്തിൽ വിശുദ്ധിയുടെ ബലിക്കല്ലുണ്ടെന്നും അതെൻ്റെ ഹൃദയമാണെന്നും ആ ഹൃദയത്തിൽ കാപട്യമില്ലാതെ ജീവിക്കേണ്ടവളാണ് ഞാനെന്നും ഓർമ്മയോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിക്കുമ്പോൾ ആത്മാവിനെയാണ് നാം സൂക്ഷിക്കുന്നത്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് അവിടുത്തെ രക്തത്തിൻ്റെ വിലയുള്ളതാണ്. ആ രക്തത്തിൻ്റെ വിലയുള്ള ആത്മാവിനെ ശരീരത്തിൽ സൂക്ഷിച്ച് ലോകത്ത് ജീവിക്കുമ്പോൾ ശരീരത്തെയും നമുക്ക് മലിനപ്പെടുത്താതെ ജീവിക്കാം. ശരീരം മലിനപ്പെട്ടു പോയ കുറേയേറെ മക്കൾ ഈ ലോകത്തുണ്ട്. സാരമില്ല, വിഷമിക്കേണ്ട, അനുദപിക്ക്, ഈശോയിലേക്ക് തിരിച്ചു വരിക. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, ആശ്വാസകരമായൊരു ഓർമ്മപ്പെടുത്തൽ. കുഞ്ഞേ, നിനക്ക് മാറ്റം എപ്പോഴാണെന്നുണ്ടാകുക? നീ മാറണം എന്ന് ചിന്തിക്കുന്ന ആ നിമിഷം. നീ മാറണം എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്നെ മാറ്റാൻ കഴിവുള്ളവൻ നീ അരികിലേക്ക് വരും. അതുകൊണ്ട് വ്യർത്ഥ ജിജ്ഞാസകളിൽ പെടാതെ, ആഡംബരങ്ങളിലും അലങ്കാരങ്ങളിലും പെടാതെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും
അഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും പാതകൾ ഒഴിയും ആരാധനയെങ്കിൽ. ഈശോയെ, മക്കളെ ആരാധിക്കുന്നു. ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോ 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 ഈശോയെ ഈശോ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ നിമിഷങ്ങൾ അങ്ങേ ആരാധിക്കുമ്പം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ സ്നേഹം ഒഴുകട്ടെ. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു. വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുർബാനയിൽ ആരാധിക്കുമ്പം, പരിശുദ്ധ കുർബാനയിൽ അവനെ നമ്മൾ സ്വീകരിക്കുമ്പം നമ്മളിൽ വചനം ജ്വലിക്കും. കർത്താവിൻ്റെ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മളിലേക്ക് അഗ്നിയായി നിറയാൻ നമ്മൾ ആഗ്രഹിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സ്നേഹച്ചൂട് കർത്താവേ ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ തകർച്ചകളും മാറാൻ കർത്താവേ നിന്റെ സ്നേഹ സാന്നിധ്യം ഞങ്ങളുടെ വീടിന്, ഞങ്ങളുടെ സമൂഹങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമം വിളിക്കുന്നു. ഈശോ ഈശോയെ ഈശോ ഈശോയെ ഈശോ ആരാധന 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 ഈശോ ആരാധന 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ, ലോകത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നുപോയി കർത്താവിന് നമ്പരമായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം അർപ്പിക്കാൻ കർത്താവിനോട് സ്നേഹമുള്ളവരോട് കർത്താവ് നിരന്തരം ക്ഷണം തരുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, പാഥ്യമായിൽ മാലാഖ കുഞ്ഞു മക്കളെ പഠിപ്പിച്ച, ലോകം മുഴുവനിലും വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മനോഹരമായ ആ മാപ്പപേക്ഷ പ്രാർത്ഥന ഈ നിമിഷങ്ങളിൽ നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. നമുക്ക് സാധിക്കുന്നവർക്ക് മുട്ടുകൾ കുത്താൻ കർത്താവ് നിങ്ങൾക്ക് ആത്മീയ പ്രേരണ പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടുകൾ കുത്താം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ വിരിക്കാൻ പറ്റുന്നവർ കരങ്ങൾ വിരിക്കുക. ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവനിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ അകന്നുപോയ, വിശ്വാസ ജീവിതത്തിൽ അകന്നുപോയ മക്കൾ ഈ സമയം വീണ്ടെടുക്കപ്പെടാൻ, അവർ മടങ്ങി വരാൻ
കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഈ സമയം തകർച്ചയിലാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും കർത്താവിൽ നേരെ ദൂരമാണെങ്കിൽ, അവർ ഈ രാവിൽ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ ആയിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനകൾ യേശു മിശിഹായുടെ സന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ആ മക്കളെ വീണ്ടെടുത്ത് തരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, മക്കൾ വിളിക്കട്ടെ. ഈശോയെ, ഈശോ, ഈശോ, ഈശോയെ, ഈശോ, ഈശോയെ, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളിൽ കനിയേണമേ, ഈശോ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ, ഞങ്ങളിൽ കനിയേണമേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം പറയാനുള്ളത്. നമ്മുടെ മന്തോഷണ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മന്തോഷണമായ അവസ്ഥയെക്കുറിച്ചും ഈ നിമിഷങ്ങളിൽ മക്കൾ കർത്താവിനോട് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഓർത്ത് നോവുന്ന അനേകം അമ്മമാര്, അനേകം പ്രിയപ്പെട്ട പിതാക്കന്മാര് ഈ നിമിഷങ്ങളിൽ ആ മക്കളെ ഈശോയുടെ സന്നിധി സമർപ്പിക്കട്ടെ. അവർ യേശു മിശിഹായോടുള്ള ബന്ധത്തിൽ നിന്നകന്ന്, ഈശോയുടെ സ്നേഹത്തിൽ നിന്നകന്ന് അവർ വിദൂരതയിലായി എന്നുള്ള സങ്കടം കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് വീണ്ടും വലിച്ചടിപ്പിക്കാൻ പറ്റുമെന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഈശോ തൻ്റെ പരിശുദ്ധ സഭയിൽ അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിച്ച അനുഭവങ്ങൾ നമുക്ക് വലിയ വിശ്വാസമായിട്ട് മാറട്ടെ. ഈ രാവിൽ ദൈവമക്കൾ വീണ്ടെടുപ്പിനുള്ള വലിയ സാധ്യതയോടെ കർത്താവിൽ അകന്നുപോയ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ വിളിക്കട്ടെ. ഈശോയെ, ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവേ, 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 ഈശോ, ഈശോ, ഈശോയെ, ഈശോ, ഈശോ. ഹല്ലേലൂയ, 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 ഹാല. മടങ്ങി വരവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ, 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 ഈശോ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഹൃദയത്തോട് ഒരു നിമിഷം ചേർത്ത് വെക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. വിലാപങ്ങളുടെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു സങ്കടത്തിൻ്റെ, വേദനയുടെ ദിനങ്ങളെ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ്. പക്ഷെ അതേ പുസ്തകത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യാശയുടെ വചനങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത്. അതിലൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ, വിലാപങ്ങൾ 5:21. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നും പ്രത്യാശ തരുന്നൊരു വചനം. പ്രിയപ്പെട്ടവരെ, ആ വചനം ഈ സമയം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമുക്ക് ഏറ്റുചൊല്ലാം. ഈ സമയം അത് ഏറ്റുചൊല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സംബന്ധിച്ച് നമ്മളുടെ പണ്ടത്തേതുപോലെയുള്ള അനുഗ്രഹം, കർത്താവുമായി അനുരഞ്ജനത്തിലായ, കർത്താവുമായി
ഹൃദയപൂർവ്വ സ്നേഹത്തിലായ യഥാർത്ഥ സ്നേഹത്തിന്റെ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പാടുപീട് സഹിച്ച് നഗ്നനായി അപമാനിക്കപ്പെട്ട് കുരിശിൽ മരിച്ചത് ഈ അനുരഞ്ജനത്തിലേക്ക് ദൈവമക്കളെ കർത്താവ് മടക്കി വിളിക്കാനാണ്. ഈ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. കർത്താവുമായി അനുരഞ്ജനപ്പെടുന്നതാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ആ ആഗ്രഹം, മാനസാന്തരത്തിന്റെ അനുഭവം, പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ പരിഹരിക്കപ്പെടുന്ന അനുഭവം, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെ വീണ്ടെടുപ്പ്, സ്നേഹത്തിന്റെ വീണ്ടെടുപ്പ്, കൃപയുടെ വീണ്ടെടുപ്പ്, കുടുംബജീവിതത്തിന്റെ വിശ്വസ്തതയുടെ വീണ്ടെടുപ്പ്, സമർപ്പണ ജീവിതത്തിന്റെ ആത്മീയാഭിഷേകത്തിന്റെ വീണ്ടെടുപ്പ് ആഗ്രഹിച്ച മക്കൾ വിളിക്കട്ടെ. ഈശോയെ, ഈശോ. ആരാധന, 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 ആരാധന. ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടി. കർത്താവേ, 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 കർത്താവേ. ഈശോ, 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 ഈശോ. ശക്തി, ശക്തി കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ വ്യാപിക്കട്ടെ. ദൈവ സാന്നിധ്യ ശക്തി വ്യാപിക്കട്ടെ. ഈശോ, 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 ഈശോ. മഹത്വം, 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 സാന്നിധ്യം, മഹത്വം, സാന്നിധ്യം. ഈശോയെ, ഈശോയെ, ഈശോ. അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളി. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരിലും ഉന്നതനെ ആരിലും ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വീണ്ടെടുപ്പ് നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധിക്ക് വീണ്ടും തിരിച്ചു നടപ്പുണ്ട്. നഷ്ടപ്പെട്ട അവിശ്വസ്തതകൾ തിരിച്ചു തരാൻ കർത്താവിന് സാധിക്കും. കർത്താവിന് എല്ലാം വിളക്കി ചേർക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അലസത, മൂടൽ, മരവിപ്പ്, നിസ്സംഗത എല്ലാം വിട്ടുമാറാൻ നമ്മൾ ഈ സമയം കർത്താവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവശക്തിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവ് വീണ്ടും കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കും. കൂന് പിടിച്ച് 18 വർഷം തളർന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നോക്കാൻ പറ്റാതെ, മനുഷ്യനിലേക്ക് നോക്കാൻ പറ്റാതെ പ്രിയപ്പെട്ടവരെ കൂന് നടന്ന മകളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയത് വലിയ ദർശനങ്ങളിലേക്കാണ്, വലിയ കാഴ്ചപ്പാടുകളിലേക്കാണ്, വലിയ മഹത്വത്തിലേക്കാണ്. അവളെ തൊട്ടതുപോലെ ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മളെയും കർത്താവ് തൊടണം. 38 വർഷം തളർവാദം പിടിച്ച് മരവിച്ച് കിടന്ന മനുഷ്യനെ കർത്താവ് തൊട്ട് എഴുന്നേൽപ്പിച്ചത് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഏത് കാലപ്പഴക്കമുള്ള കാര്യങ്ങളിലും കർത്താവിന് ഇടപെടാൻ പറ്റുമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. കർത്താവ് ഈ നിമിഷങ്ങളിൽ നമ്മളെ തൊടാൻ നമ്മൾ ആഗ്രഹിക്കണം. ലാസർ 3 ദിവസം കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ ദുർഗന്ധം ഉണ്ടാകുമെന്ന് സഹോദരിമാർ തന്നെ പറയുമ്പം കർത്താവേ തുറക്കരുത്, ദുർഗന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അടയ്ക്കാൻ നിർബന്ധിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല, എനിക്കെല്ലാത്തിനെയും വ്യത്യാസപ്പെടുത്താൻ പറ്റും, നവീകരിക്കാൻ പറ്റും, രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഏത് പഴക്കമുള്ള അഴുകലുകളും യേശു ക്രിസ്തുവിൽ രൂപാന്തരപ്പെടും, മാറ്റപ്പെടും. അത് ആഗ്രഹിച്ചുകൊണ്ട് മക്കൾ വിളിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ
പ്രാർത്ഥിക്കുന്നു. അന്ധകാര ബന്ധനങ്ങൾ നീങ്ങട്ടെ കർത്താവേ. നാളുകളായി പ്രയാസത്തിൽ, ദുരിതത്തിൽ, ദുഃഖത്തിൽ, വിഷാദത്തിൽ, ഭയത്തിൽ, സങ്കടത്തിൽ കടന്നുപോകുന്ന ആത്മാക്കൾ യേശു നാമത്തിൽ ശക്തി ബന്ധനാടിയട്ടെ യേശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കൃപയാൽ ബന്ധനങ്ങൾ അഴിയട്ടെ. തിന്മയുടെ സാധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. വർഷങ്ങളുടെ ബന്ധനങ്ങൾ, വർഷങ്ങളുടെ ദുശീലങ്ങൾ, വർഷങ്ങളുടെ അടിബദ്ധങ്ങൾ യേശു നാമത്തിൽ കർത്താവ് എടുത്തു മാറ്റി വിശുദ്ധീകരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്കൊരു മടക്കയാത്ര തരണമേ. അങ്ങയിലേക്ക് മടങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയിലേക്ക് ഞങ്ങൾ മടങ്ങട്ടെ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തതുപോലെ ആക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തതുപോലെ ആക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് സ്നേഹമുള്ള കുടുംബ ജീവിതങ്ങൾ അനുവദിച്ച് തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് കൃപയുള്ള സമർപ്പിത ജീവിതങ്ങൾ അനുവദിച്ച് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, സമൂഹങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ വിധത്തിലുള്ള മരവിപ്പുകൾ യേശുനാമത്തിൽ മാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപിക്കുന്ന സ്നേഹമില്ലാത്ത അവസ്ഥകൾ യേശുനാമത്തിൽ മാറട്ടെ. കർത്താവേ, സ്നേഹത്തിന്റെ കൃപയുടെ വിശുദ്ധ കൂടാരങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ, ഈശോ അഗ്നി എന്നിൽ കത്തട്ടെ. ഈശോ, ഈശോ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. തിളങ്ങുന്ന മുത്താകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനെ സമർപ്പിക്കുകയാണ്. ഈശോ എല്ലാ മക്കളുടെയും വിശുദ്ധീകരണമാണ് സ്വർഗ്ഗം അഭിലഷിക്കുന്നത്. പരിശുദ്ധമ്മ ആവർത്തിച്ച് വീണ്ടും വീണ്ടും എല്ലാ ദർശനങ്ങളിലും അമ്മയ്ക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: സ്വർഗം കരയുകയാണ്. സ്വർഗം കരയുന്നത് മക്കൾ ഈശോയിലേക്ക് നോക്കാത്തതിനാലാണ്, ഈശോയിലേക്ക് തിരിയാത്തതിലാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം എല്ലാ മക്കളും നിത്യജീവൻ ആഗ്രഹിക്കണം, നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പം ദൈവമക്കൾ അതിൽ നകന്ന് താൽക്കാലികമായ രുചിക്കൂട്ടുകളിൽ, നിറഭേദങ്ങളിൽ, ഇത്തിനേരത്തെ സന്തോഷങ്ങളിൽ, ശരീരത്തിന് ഇമ്പകരമായ കാര്യങ്ങളിൽ മാത്രം ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് ഈ ലോകത്തിൽ തങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന സമ്പത്തിൽ മാത്രം കുരുങ്ങിക്കിടന്ന് കർത്താവിലേക്ക് നോക്കാതെ നിത്യജീവനെ വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ കൃപയ്ക്ക് ചേരാത്ത ജീവിത ശൈലികളിലൂടെ ജീവിക്കുന്നവർക്ക് സ്വർഗം കരയുന്നതാണ് പരിശുദ്ധമ്മ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയ്ക്ക് ആവർത്തിച്ച് പറയാനുള്ളത്: വീണ്ടും വീണ്ടും മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിത്യാഗം അനുഷ്ഠിക്കണം, നിങ്ങൾ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം, കർത്താവിനെ സ്നേഹിക്കണം, അനുദപിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവനുള്ള എല്ലാ വൈദികരെ നമുക്ക് സമർപ്പിക്കാം. അനേകം തീഷ്ണതയുള്ള വൈദികരുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, തീഷ്ണത നഷ്ടപ്പെട്ട്, ദൈവസ്നേഹം നഷ്ടപ്പെട്ട്, ദൈവിക കാര്യങ്ങൾ അകന്ന് ജീവിക്കുന്ന അനേകം വൈദികരും ഉണ്ടാകാം. അവരെല്ലാം നമ്മൾ ഈ സമയം സമർപ്പിക്കട്ടെ. സമർപ്പണ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള തീയുള്ള ജീവിതമാണ്. പക്ഷെ സ്നേഹത്തിന്റെ കൃപ അനുഭവിക്കാൻ പറ്റാതെ, ആസ്വദിക്കാൻ പറ്റാതെ, സമർപ്പണ ജീവിതത്തിന്റെ മധുരം നുകരാൻ പറ്റാതെ തളർന്ന് വേദനിച്ച് സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകരുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ പലവിധത്തിലുള്ള സന്തോഷങ്ങൾ തേടി കർത്താവിനെ മറന്നുപോയ സമർപ്പിതരുണ്ടാകാം. അവർ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക്, യഥാർത്ഥ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവിന്റെ കൃപ ആഗ്രഹിക്കണം. കുടുംബം ഏറ്റവും വിശുദ്ധമായ കൂടാരമാണ്. കർത്താവിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ ഇടമാണ്. പക്ഷെ ആ സ്നേഹം നഷ്ടപ്പെട്ടിട്ട് ലോകത്തിന്റെ സുഖാനുഭൂതങ്ങളിൽ മാത്രം അകപ്പെട്ട് ലോകത്തിന്റെ സന്തോഷങ്ങളെ ലൈസൻസ് പോലെ സ്വീകരിക്കുന്ന പലവിധത്തിലുള്ള തിന്മ സ്വാധീനങ്ങള്, ജഡത്തിന്റെ ദുരാശകൾ, ദുർസ്വാധീനങ്ങൾ, സമ്പത്തിന്റെ അമിതമായ അത്യാർത്ഥി, ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും ഭോഗങ്ങളും ആസ്വദിക്കാനുള്ള
അത്യാർത്ഥിയാൽ തകർക്കപ്പെട്ട അവിശ്വസ്തയുടെ കൂടാരങ്ങളായി മാറ്റപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകാം. ആ കുടുംബങ്ങളിൽ ദൈവത്തിന് കൃപ നിറയാൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങണം. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ ഒരു വിമോചനം, വിടുതൽ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം. നമ്മളിലുള്ള എല്ലാ അടുക്കുകളും മാറണം. അന്ന് ഞാൻ ഇതിന്റെ വീണുപോയ കൂടാരത്തെ കേടുപാടുകൾ പോക്കി പഴയ കാലത്ത് എന്നതുപോലെ പുനഃസ്ഥാപിക്കും. ആ വചനശക്തി ഇന്ന് എന്റെ വീടിനെ തൊടണം, എന്റെ സമൂഹത്തെ തൊടണം. ആഗ്രഹിച്ചുകൊണ്ട് മക്കളെ വിളിക്കട്ടെ. ഈശോ, അന്ധകാരം മാറട്ടെ, തിന്മ നീങ്ങട്ടെ. യേശുവേ, ശക്തി, ശക്തി ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, യേശുനാമത്തിൽ. ഈശോയെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ നിന്ന്, സമർപ്പിത വൈദിക ജീവിതങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, കർത്താവേ, ലോകം അങ്ങേ കൂടുതൽ അറിയട്ടെ. അങ്ങ് ആയിരിക്കുന്നത് പോലെ അങ്ങേ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങ് ആയിരിക്കുന്നത് പോലെ അങ്ങേ സ്നേഹിക്കാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ദുർബലാവസ്ഥയിലേക്ക് വരണമേ, ഞങ്ങളുടെ ദുർബലാവസ്ഥയിലേക്ക് വരണമേ, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് വരണമേ, ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മരവിപ്പുകളിലേക്ക് വരണമേ. ഈശോയെ, ഈശോയെ, ഈശോ, നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ. സ്നേഹം നിറഞ്ഞ ഈശോയേ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക. ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ. പ്രിയപ്പെട്ട ഈ ദിനങ്ങൾ കർത്താവ് നൽകുന്ന വലിയ ആത്മീയ അവസരമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഈ ആത്മീയ ശുശ്രൂഷയുടെ 20ാം ദിനമാണിത്. ഇനി 20 ദിവസം കൂടി അവശേഷിക്കുമ്പം ആ 20 ദിനങ്ങൾ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ സമർപ്പിത വൈദിക ജീവിതങ്ങളിൽ തളർച്ച അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കരം പിരിക്കാൻ മനസ്സുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ കർത്താവ് കൃപ തരട്ടെ. ഈ സമയം ആഗ്രഹിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ, എൻ്റെ മക്കളെ വീണ്ടെടുക്കാൻ, കർത്താവേ സഭ ചൂടുപിടിക്കാൻ, കർത്താവേ എൻ്റെ കുഞ്ഞു കരങ്ങൾ ഉയർത്താൻ എനിക്ക് ശക്തി തരണേന്ന് മക്കൾ ആഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും വിചാരിക്കരുത് നമ്മുടെ കുഞ്ഞു കരങ്ങൾ ഉയർന്നത് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം വരത്തില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ കുഞ്ഞു കരങ്ങളെ മാനിക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, മോശയുടെ പടുവൃദ്ധനായ മോശയുടെ കരങ്ങൾ ഉയർന്നപ്പം ദൈവജനം യുദ്ധത്തിൽ ജയിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ പാവപ്പെട്ട ബലഹീന കരങ്ങൾ വിരിയപ്പെട്ടാൽ ദൈവശക്തി കുടുംബങ്ങളെ, സഭയെ, സമൂഹങ്ങളെ ഉയർത്തുമെന്ന് മക്കൾ വിശ്വസിക്കട്ടെ. കാരണം മക്കളോട് കർത്താവിന് അസാധാരണമായ സ്നേഹവും കരുണയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ മറ്റൊന്നും നോക്കാതെ, സങ്കടപ്പെട്ടിരിക്കാതെ, വിഷാദത്തിലാണ്ട്
സങ്കടപ്പെട്ട് നിരാശയുടെ സ്വാധീനങ്ങളിലേക്ക് പോകാതെ, ലോകത്തിന്റെ ജഡത്തിന്റെ നിരാശകൾ വച്ചു നീട്ടുന്ന നവമാധ്യമങ്ങളുടെ ആധുനിക സാധ്യതകളിൽ കുരുങ്ങി നഷ്ടപ്പെട്ട് നശിച്ചു പോകാതെ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ കരങ്ങൾ വിരിക്കാൻ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ ജപമാല മണികൾ കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഉയർത്താൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപ ആഗ്രഹിക്കട്ടെ. ഈ സമയം മക്കൾ കൃപ ആഗ്രഹിക്കണം. നമുക്ക് ഈ സമയം കൃപ ആഗ്രഹിക്കാം. ഷെക്കൈന കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനിലും കർത്താവിൻ്റെ സ്നേഹവും ശക്തമായ വിമോചനവും കർത്താവിൻ്റെ വലിയ വിശുദ്ധീകരണവും ഈ ദിനങ്ങളിൽ വെളിപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ ശുശ്രൂഷകൾക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരിൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഈ ദിനങ്ങളിൽ കൂടുതൽ ഉണർവോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ സ്നേഹത്തോടെ, പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും മനസ്സോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടാൻ, സഭ ഉണരാൻ, സഭ പ്രകാശിക്കാൻ, സഭ കർത്താവിന്റെ മഹത്വമുള്ള സാന്നിധ്യത്താൽ ശക്തിപ്പെടാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ ഈശോയെ. ഈശോ എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഈശോയെ. ജീവനോടെ കർത്താവേ ശക്തി തരണമേ. അഭിഷേകം തരണമേ. അഭിഷേകം ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. തളർന്ന എന്നെ നിങ്ങളെയും ഉയർത്താൻ ഈശോക്കൊരൊറ്റ നിമിഷം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തളർച്ചകളെയും പ്രയാസങ്ങളെല്ലാം ഒരു നിമിഷം ഈശോയോട് പറയുക. കർത്താവെ, പ്രാർത്ഥനയിൽ ജീവൻ തരാൻ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് കൂടുതൽ വിശുദ്ധി തരാൻ, കർത്താവെ ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഞങ്ങൾ അഭിഷേകമായിട്ട് മാറാൻ, കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹമാകാൻ, തിരുസഭയിൽ ഞങ്ങൾ ഈശോയുടെ സാക്ഷ്യമാകാൻ കർത്താവെ കൃപ തരണമെന്ന് ആഗ്രഹിച്ച മക്കൾ ഈശോയെ വിളിക്കട്ടെ. ഈശോയെ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കും.
നല്ല